ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുബലിയിലേക്ക് ഒരുങ്ങുന്ന ഈ സന്ധ്യായാമത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാനും അവിടുത്തെ സന്നദ്ധിയിൽ കൂടി വരുവാനും നൽകിയ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വേദപഠനം ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. എൻ്റെ രാജ്യം വരണമേ. എൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നെയോ രക്ഷിച്ചുകൊള്ള. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായവും 35-ാം സങ്കീർത്തനവുമാണല്ലോ പഠിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു തമ്പുരാനെ പരിശുദ്ധാത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് കൊണ്ടുപോവുകയും സാത്താൻ പരീക്ഷിച്ച് യേശു അതിൽ പരിപൂർണ വിജയം ഭരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി കണ്ടു. അതിനുശേഷം യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്നുള്ള വലിയൊരു ആഹ്വാനം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണാൻ ഇടയായി തീർന്നു. അതിനുശേഷം യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ആദ്യത്തെ ശിഷ്യന്മാരായ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിവരുത്തിയതാണല്ലോ നമുക്ക്. ഇന്നത്തെ വിശുദ്ധ ഈ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായമാണ്. നമുക്കറിയാം, 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ യേശു തമ്പുരാൻ്റെ വംശാവലിയും ജനനവും അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ വളർച്ചയും അതോടൊപ്പം യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നതും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭവും പിന്നീട് യേശുവിൻ്റെ ശുശ്രൂഷയിൽ സഹകാരികളായി തീരുവാനൊക്കെവണ്ണം യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിളിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ ഇതിൻ്റെ ഒരു പിക്ചർ മാറുകയാണ്. ഇതുവരെ ഒരുക്കത്തിൻ്റെ ഒരു നാളുകളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് യേശു എന്താണോ പറയുവാനായിട്ട് ഇറങ്ങി വന്നത് അതെല്ലാം പറഞ്ഞ് എത്തുകയാണ്. പ്രധാനമായിട്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിലൂടെ പുതിയ കൽപ്പനകൾ നമുക്ക് തരികയാണ്. അല്ലെങ്കിൽ പഴയ കൽപ്പനകളുടെ ബാഹ്യമായ ആചരണത്തെ നിർത്തി അതിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയി ആ പുതിയ കൽപ്പനകൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങൾ എന്നും വായിക്കുകയും ഇത് എന്നും ധ്യാനിക്കുകയും ഇതിൽ പറഞ്ഞതിന് പ്രകാരം ജീവിക്കുകയും ചെയ്താൽ ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് ഒരാൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. വേദപുസ്തകം മുഴുവനൊന്നും വായിക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 നമുക്കറിയാം, ഗിരിപ്രഭാഷണം എന്നുകൂടെയാണിത് അറിയപ്പെടുന്നത്. യേശു തമ്പുരാൻ ഒരു മലയുടെ മുകളിലേക്ക് കയറി അവിടെ ഇരുന്ന് ശിഷ്യന്മാരെ അവരെല്ലാം കൂട്ടിയിരുത്തി ഒരു അധികാരമുള്ള ഗുരുവിനെ പോലെ അവരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിലും അദ്ദേഹത്തെ പറ്റിയുള്ള കേൾവികളിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച അദ്ദേഹം വിശുദ്ധ വേദപുസ്തകം വായിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം മുടക്കം കൂടാതെ വായിക്കുന്ന 3 അധ്യായങ്ങളാണ് വിശുദ്ധ മത്തായി 5, 6, 7. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ യേശു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 നന്നായിട്ട് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം.
ഇതിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ആത്മശക്തി നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗിരിപ്രഭാഷണം നമുക്കറിയാം, യേശു മലയുടെ മുകളിൽ പോയിട്ടാണ് യേശു ഈ പുതിയ കൽപ്പനകൾ തരുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ മോശ മലയുടെ മുകളിൽ പോയിട്ട് കൽപ്പനകൾ സ്വീകരിച്ച ജനത്തിന് ഇത് നൽകുന്നത് മലയുടെ അടിവാരത്ത് വന്നു. രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. മോശ കൽപ്പനകൾ സ്വീകരിക്കാൻ മലയുടെ മുകളിൽ പോയി ദൈവസന്നിധിയിൽ നിന്ന് 10 കൽപ്പനകൾ അടങ്ങിയ ആ കൽപ്പലകയോടുകൂടെ താഴ്വാരത്തിൽ വന്ന് ജനത്തോട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിയിച്ചു പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് താഴെയുള്ളവരെ കൂടെ മുകളിലേക്ക് കയറി വരാനായിട്ട് വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തെക്കാട്ടിലും കുറെ കൂടെ നിലവാരമുള്ള ഉയർന്ന ചിന്തകൾ വരുന്നതാണ് പുതിയ നിയമത്തിലെ വചനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കൂടെയാണ് കർത്താവ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നത്. കുറെ കൂടെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന കൽപ്പനകളാണ്. പലർക്കും ഒരു ചിന്താഗതിയുണ്ട്, പഴയ നിയമത്തിലെ കൽപ്പനകളെക്കാട്ടിലും സിമ്പിളാണ് പുതിയ നിയമം എന്ന ഒരു ചിന്താഗതി നമുക്കൊക്കെ ഉണ്ട്. യേശു ഒത്തിരി കരുണയുള്ള ആളാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും കർത്താവ് ക്ഷമിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്താലും ക്ഷമിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള അനുതാപമുള്ള ഒരവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ കർത്താവ് ക്ഷമിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമമാണോ പുതിയ നിയമമാണോ കൽപ്പനകൾ പാലിക്കാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയുവാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്ന് വായിക്കാമോ? വിശുദ്ധ മത്തായി 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ കണ്ടാടെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. മതി, 12 വരെയുള്ള വാക്യങ്ങളായല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, അതിനുശേഷം യേശു ഈ കൽപ്പനകൾ അവർക്ക് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു മനുഷ്യന്റെ ഭാഗ്യാവസ്ഥകളെ പറ്റി യേശു പറയുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ആ സ്വർഗരാജ്യം അവർക്കുള്ളത്. അതായത് 8 സൗഭാഗ്യ അവസ്ഥകളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഭാഗ്യ അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടസൗഭാഗ്യം എന്നുകൂടെ വേദപണ്ഡിതന്മാരെ ഈ ഭാഗത്തെ വിളിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവർ, ഇത് കർത്താവിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ സ്പിരിച്വലി നോക്കുമ്പോഴാണ് ഇതെല്ലാം ഭാഗ്യാവസ്ഥയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനും കാണുവാനും സാധിക്കുകയുള്ളൂ. ഇത് ഫിസിക്കലി അല്ലെങ്കിൽ ഭൗതികമായിട്ട് നോക്കിയാലോ ഇതൊന്നും വലിയ ഭാഗ്യമായിട്ടൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നല്ല സൗന്ദര്യമുള്ള ഒരാളെ നോക്കിയിട്ട് ഭാഗ്യവാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് പറയും.
നല്ല സമ്പത്തുള്ളവരെ അവർ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാറുണ്ട്. ഇനിയിപ്പോ നാളെ എനിക്ക് ഒരു കോടിയുടെ ലോട്ടറി അടിച്ച നിങ്ങളെല്ലാവരും പറയും അച്ഛൻ വളരെ നന്നായിട്ട് ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറയും. അതുപോലെ എന്തെല്ലാം ലോകപരമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അവരെയെല്ലാം നോക്കി നമ്മൾ എന്ത് പറയും? ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്ന് പറയും. എന്നാൽ സ്വർഗം ഈ ലോകത്തിലേക്ക് നോക്കി ഒരു മനുഷ്യനെ നോക്കി അവൻ ഭാഗ്യവാൻ എന്ന് പറയാനുള്ള സാഹചര്യങ്ങളെ പറ്റിയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. അപ്പോ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഈ ഭാഗ്യവാന്മാർക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ത്? സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നേരത്തിന് ഭക്ഷണം കിട്ടാതെ ശരീരം ക്ഷീണിച്ച് വല്ലാതെ കണ്ണുകളെല്ലാം കുഴിഞ്ഞ് ഒത്തിരി പ്രയാസത്തിൽ ഒത്തിരി ഞെരുക്കത്തിലൂടെ പോകുന്നവരാണ് ശരീരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. എന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് പട്ടിണി കിടക്കുന്നതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടല്ല, മറിച്ച് ആത്മാവിൽ ദൈവവചനത്തിന് വേണ്ടി അതെ, ദൈവവചനത്തിന് വേണ്ടി. അതുകൊണ്ട് അതിന്റെ കൂടെ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുന്ന ഒരു സാഹചര്യം. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവൻ ദൈവമേ എന്നെ സഹായിക്കണം, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടോ ഇതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണം, അങ്ങനെ വഴി നടത്തണം, അവിടുന്ന് എനിക്ക് അതിനുള്ള കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. അതായത് ആത്മാവിലൊന്നുമില്ല, അല്ലെ? സ്പിരിച്വൽ വേൾഡിൽ യേശുവിൽ എല്ലാ കാര്യത്തിനും യേശുവിനോട് ചോദിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിൽ അഭയപ്പെടുക, യേശുവിനെ തന്നെത്താൻ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. ഇതാ കർത്താവിന്റെ ദാസി എന്നൊക്കെ പറഞ്ഞ് പരിപൂർണമായിട്ടും സമർപ്പിക്കുന്നില്ലേ? ഇതാണ് ആത്മാവിലെ ദാരിദ്ര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇങ്ങനെയുള്ളവർക്കാണ് എന്ത്? സ്വർഗരാജ്യം ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. രണ്ടാമത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇതിനെ രണ്ടായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. രണ്ട് തരത്തിലുള്ള ദുഃഖമാണ് ഇതിന്റെ കാരണം. ഒന്ന്, അനുതാപത്തിന്റെ കരച്ചിൽ. നമുക്കറിയാം പൗലോസ് ലീഹ അല്ലെങ്കിൽ പത്രോസ് ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പുറത്തു പോയി വലിയ ദുഃഖത്തോടെ അദ്ദേഹം കരഞ്ഞുവെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ആ കരച്ചില്, ആ ദുഃഖം ആണ് ഒന്നാമത്. രണ്ടാമത് പറയുന്ന ദുഃഖം അത് ആത്മഭാരം നിമിത്തമുള്ള ദുഃഖമാണ്. അതായത് ജീവിതത്തിൽ തെറ്റ് ചെയ്തു പോയല്ലോ, പാപം ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഇനി രക്ഷപ്പെടാനായിട്ട് ദൈവത്തിന്റെ കരുണയിലല്ലാതെ മറ്റൊന്നിനും ആശ്രയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ഒരു വേദനയാണ് ആത്മഭാരം കൊണ്ടുള്ള ഒരു വേദന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് അനുതാപം ഉള്ള അല്ലെങ്കിൽ ഈ രണ്ട് കാര്യത്തിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അടുത്തത് പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യത ഉള്ള വ്യക്തികളെ പറ്റി പറയുകയാണ്, അവർ ഭൂമിയെ അവകാശമാക്കും. നമുക്കറിയാം, മോശ എന്നൊരു മനുഷ്യനെ പറ്റി സംഖ്യാപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. മോശയെ പോലെ ഭൂമുഖത്ത് സൗമ്യതയുള്ള വ്യക്തികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. അതായത് മോശയായിരുന്നു ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. അദ്ദേഹം ഭൂമിയെ അവകാശമാക്കിയോ? അതായത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വലിയ ദൈവത്തിന്റെ പ്രേരണ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വലിയൊരു നേതൃത്വത്തിലാണ് ഈ ജനത്തെ തേനും പാലും ഒഴുകുന്ന ആ നാട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നയിച്ചു കൊണ്ടുപോയി ആ നാട്ടിൽ പ്രവേശിക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചോ? സാധിച്ചില്ല. ഇവിടെ പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ
അവകാശമാക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശാരീരികമായിട്ട് ഭൂമിയൊന്നും അവകാശമാക്കിയില്ല. പക്ഷെ മോശ എന്നൊരു മനുഷ്യനെ ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോ നമുക്കറിയാം, ഇന്ത്യയിൽ 10 മഹത് വ്യക്തികളിൽ ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് മദർ തെരേസ. മദർ തെരേസ ഇവിടെ വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വലിയ വേറെന്തെങ്കിലും തരത്തിലുള്ള ലോകപരമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇന്ത്യയിൽ ഇന്നും എവിടെയും ഏത് മുക്കിലും മൂലയിലും മദർ തെരേസയെ പറ്റി വിദേശിയായ ഒരു വനിതയാണ്. അത് മാത്രമല്ല, വളരെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം, 2.5% മറ്റേ ഉള്ളൂ ക്രൈസ്തവർ ഭാരതത്തിൽ, അതോ 3%, അത്രയുള്ള ഒരു ഗണത്തിലെ, അതും വിദേശിയായിരിക്കുന്ന ഒരു വനിതയെ ഈ ദേശം ഇന്നും മറക്കാതെ ഇരിക്കുന്നത് ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുന്നത്. ഇപ്പൊ പരിമലയുടെ മണ്ണിൽ ആ ദേശം മുഴുവനും പരിമല തിരുമേനയുടെ നാമം നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദേശം അറിയപ്പെടുന്നത് പോലും പരിമല തിരുമേനയുടെ പേരിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ സൗമ്യതയിൽ ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ അവരുടെ നാമം മാഞ്ഞു പോകാതെ നിലനിൽക്കുമെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:29 എടുത്ത് വായിക്കാമോ? വിശുദ്ധ മത്തായി 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി 11:29. എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പൊ യേശുവിലുള്ള വലിയൊരു പ്രത്യേകതയായിരുന്നു, യേശു സൗമ്യതയുള്ളവനായിരുന്നു, താഴ്മയുള്ളവൻ ആയിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ നാമം ആർക്കെങ്കിലും മായ്ച്ചു കളയാൻ പറ്റിയോ? യഹൂദന്മാര് വളരെ ശക്തമായിട്ട് യേശുവിന്റെ നാമം ഈ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു കളയാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ മരണം, യേശുവിന്റെ ഉദ്ധാനം ഒന്നും സ്വർഗാരോഹണം ഇതൊന്നും യഹൂദന്മാർ അംഗീകരിക്കുന്നുമില്ല. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ കാവൽ നിന്നവർക്ക് ആവശ്യത്തിലധികം പണവും മറ്റ് കാര്യങ്ങളെല്ലാം നൽകി അവരോട് പറഞ്ഞു, ശിഷ്യന്മാര് അവന്റെ ഭൗതിക ശരീരത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് ഈ ദേശം മുഴുവനും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുനാമത്തെ തുടച്ചു നീക്കാനായിട്ട് പരിശ്രമിച്ചവരാണ് ആ കാലഘട്ടത്തിലെ യഹൂദന്മാർ. പിന്നീട് നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ മിഷൻ ശുശ്രൂഷകളിൽ, മിഷണറി യാത്രകളിലെല്ലാം യേശുവിനെ പറ്റി പ്രഘോഷിക്കാൻ എവിടെയെല്ലാം ചെന്നാലും അവിടെയെല്ലാം ശക്തമായ രീതിയിൽ എതിർപ്പുകളുമായിട്ട് വന്നവരാണ് ഈ യഹൂദന്മാര്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുവിന്റെ നാമം ലോകം മുഴുവനും വ്യാപിക്കപ്പെട്ട് ആ നാമം മുഴുവനും ഇന്നും നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം കർത്താവ് പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൗമ്യതയുള്ളവരായി ജീവിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇവിടുത്തെ നീതി എന്ന് പറയുന്നത് ജസ്റ്റിസ് അല്ല, മറിച്ച് റൈറ്റിയസ്നെസ് ആണ്. അതായത് അതിനെപ്പറ്റി ഒരു വേദപണ്ഡിതന്റെ അഭിപ്രായം, വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതായിട്ട് കേട്ടത്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അതായത് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് വിശുദ്ധി ലഭിക്കും എന്നാണ് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതായത് കരുണ കാണിക്കുന്നവനാണ് എന്ത് കിട്ടുകയുള്ളൂ? കരുണ ലഭിക്കുകയുള്ളൂ എന്ന് യേശു ഇതിലൂടെ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാമോ? വിശുദ്ധ മത്തായി 12:7. യാഗത്തിലല്ല,
കരുണയിൽ എത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. യാഗത്തിലല്ല, കരുണയിൽ എത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. എന്തിനാണ്? ബലിയിലല്ല. അങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനത്തിൽ, ബലിയിലല്ല, കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നതെന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിക്കുന്നത്, മൈക്ക് നോക്ക് ചെയ്യാമോ? അത് പ്രസാദിക്കുന്നത് ബലിയർപ്പണത്തിൽ ഉപരിയായി എന്തിലാണ്? കരുണയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി 18-ാം അധ്യായം കൂടെ എടുക്കാമോ? 18-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? 33 മുതലുള്ള വാക്യങ്ങൾ. അവിടെ 18-ാം അധ്യായത്തിൽ 15 മുതൽ ഒരു ഉപമയിലൂടെ, 15 21 മുതൽ ഒരു ഉപമയിലൂടെ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അതിൽ 33 മുതൽ വായിക്കാം. എനിക്ക് നിന്നോട് കരുണ തോന്നുന്നത് പോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവെ അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ, കർത്തൃ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പൊ അതായത് കരുണ കാണിക്കാത്തവന് എന്ത് ലഭിക്കില്ല? കരുണ ലഭിക്കില്ല. അതുകൊണ്ട് കരുണ ഉള്ള മനുഷ്യരായി നിലകൊള്ളണം. നമുക്കെതിരായി പ്രവർത്തിച്ചവരോടും, അതായത് നമ്മളെ ബുദ്ധിമുട്ടിച്ചവരോടും നമ്മെ പ്രയാസപ്പെടുത്തിയവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ കൊടുക്കണം, കരുണ കൊടുക്കണം. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇത് പറയുന്നത് ഈ 18-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു ദാസൻ തന്റെ യജമാനന് 10,000 താലന്ത് കടപ്പെട്ടവൻ യജമാനൻ വിളിച്ചു വരുത്തുമ്പോൾ കാലിൽ വീണ് അപേക്ഷിച്ച് ഈ കടമെല്ലാം ഇളച്ചു തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുമ്പോൾ അവന്റെ കണ്ണുനീര് കണ്ട് അവനോട് കരുണ കാണിച്ച് അവന്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. എന്നിട്ട് ഈ കടം ഇളച്ചു കിട്ടിയവൻ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ 100 വെള്ളിക്കാശ് തന്നോട് കടം വാങ്ങിയ മറ്റൊരാളെ കാണുകയാണ്. അതായത് 10,000 താലന്തും 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ 1 കോടി രൂപയും 1 ലക്ഷം രൂപയും തമ്മിലുള്ള അന്തരം എത്രയുണ്ട്? അത്രത്തോളം അന്തരമുണ്ട്. 1 കോടി ഉണ്ടായിരുന്ന കടം ഉണ്ടായിരുന്നവൻ ആ കടക്കാരന്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ച് അപേക്ഷിച്ച് കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ അവന്റെ കടമെല്ലാം അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കാലാവധി കൊടുക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലേക്ക് പോകുമ്പോൾ 1 ലക്ഷം തന്നോട് കടം വാങ്ങിയ ഒരുത്തൻ വരുമ്പോൾ അവന്റെ തൊണ്ടയ്ക്ക് കയറി പിടിച്ചിട്ട് അവനോട് ഒരു ദാക്ഷിണ്യവും ഒരു കരുണയും ഇല്ലാതെ അവനോട് ഇടപെടുകയാണ്. ആ സമയത്ത് പിന്നീട് അവൻ അത് കടം കൊടുക്കാമെന്ന് പറഞ്ഞ് അവനും കരയുകയാണ്. എനിക്ക് ഒരു അല്പം സമയവും സാഹചര്യവും തരണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അല്പം പോലും കരുണ കാണിക്കാതെ അവനെ കാരാഗ്രഹത്തിൽ അടപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് കർത്താവ് എൻ്റെ അവസാനമായിട്ട് പറയുകയാണ്, നിന്റെ 33, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുകാരനോട് കരുണ തോന്നേണ്ടത് അല്ലയോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അടുത്തത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതായത് ഹൃദയത്തിൽ വിശുദ്ധിയുള്ള മനുഷ്യർക്ക് ആരെ കാണാനായിട്ട് സാധിക്കും? ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൃദയം എങ്ങനെയാണ് അശുദ്ധമാകുന്നത്? നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുക്കാമോ? മത്തായി 15-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വിശുദ്ധ മത്തായി 15-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്താണ് ഹൃദയത്തെ അശുദ്ധമാക്കുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാമോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈ കൊണ്ട് പഠിപ്പിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അതായത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം,
മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പൊ ഇതൊക്കെയുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ഹൃദയവിശുദ്ധിയുള്ളവനാണോ? ഒരിക്കലുമല്ല. അവന് ദൈവത്തെ കണ്ടെത്താനും സാധിക്കുകയില്ല. അടുത്തതായി വിശുദ്ധ മർക്കോസ് 12:30 വായിക്കാമോ? വിശുദ്ധ മർക്കോസ് 12:30. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. ആ ഒരു വാക്യം മതി. അതായത് ഹൃദയവിശുദ്ധി ഉള്ളവരാകണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ വചനം പാലിച്ചാൽ മതി. അതെങ്ങനെയാണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നിന്റെ ദൈവത്തിനായിരിക്കണം. നിന്റെ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ സാഹചര്യത്തിന് പറയുന്ന പേരാണ് ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യൻ. പിന്നീട് നമുക്കറിയാം, കർത്താവ് മനുഷ്യന്റെ മുഖത്തിലേക്കല്ല നോക്കുന്നത്, മറിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഫിലിപ്പോസ് തന്റെ കൂട്ടുകാരൻ നഥാനിയേലിനെ യേശുവിന് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് അദ്ദേഹത്തെ പറ്റി പറയുകയാണ്. ഇവനിൽ കാപട്യമില്ല എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് അവന്റെ ഹൃദയത്തിലേക്ക് യേശു നോക്കുമ്പോൾ ഒരു ഇസ്രായേൽക്കാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന എല്ലാ ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന ഒരു മനുഷ്യനായി, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പിന്നീട് പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം, ഒരു വീട്ടിലാകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു ഒരു കൂട്ടായ്മയിലാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ജോലി മേഖലകളിലാകട്ടെ, പഠന മേഖലകളിലാകട്ടെ, ഇവിടെയെല്ലാം സമാധാനം വിതയ്ക്കാനും അസമാധാനം വിതയ്ക്കാനും ആർക്ക് കഴിയും? നമുക്ക് കഴിയും. പക്ഷെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ അസമാധാനം വിതച്ചാലോ? തീർച്ചയായിട്ടും അതിന് ഓപ്പോസിറ്റ് സാത്താന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് പിന്നീട് 10-ാമത്തെ വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇത് ജസ്റ്റിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് കിട്ടേണ്ടതായ നീതി അത് ലഭിക്കാതെ അതിന്റെ മേൽ ഉപദ്രവം ഉണ്ടാകുമ്പോൾ അതിനെ പറ്റി പറയുകയാണ്, അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത് എന്ന് പറയുകയാണ്. പിന്നീട് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പീൻ. പ്രിയപ്പെട്ടവർ, ഇത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വചനമാണ്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം തീർച്ചയായിട്ടും നമ്മളെ നിന്ദിക്കും, പരിഹസിക്കും, അതോടൊപ്പം നമ്മളെ ഒറ്റപ്പെടുത്തും, പ്രയാസപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ആകുമ്പോൾ നിങ്ങളെ പറ്റി തിന്മയായത് പറഞ്ഞു പരത്തും. അപ്പൊ വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഈ സാഹചര്യത്തിലാണ് എന്ത് വർദ്ധിക്കുന്നത്? സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു വിശുദ്ധന്റെ ജീവചരിത്രം വായിച്ചാലും അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരനേകം നിന്ദനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്കും ഒക്കെ ഇരയായവരാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ വിശുദ്ധരുടെ സ്വർഗീയ പ്രതിഫലം വർദ്ധിപ്പിച്ചത് ആരായിരുന്നു? അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തവരെക്കാട്ടിലും ഉപരി അവരെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തവരാണ്. അതുകൊണ്ട് യേശുനാമത്തിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിലോ യേശുനാമത്തിൽ യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരായി നാം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ ലോകം ഒറ്റപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളെ പരിഹസിച്ചേക്കാം, പ്രയാസപ്പെടുത്തിയേക്കാം, നിന്ദിച്ചേക്കാം.
കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങളപ്പോൾ ഭാഗ്യവാന്മാരായി തീർന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒക്കെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാൻ കൂടെയുള്ള ഒരു വലിയ തുറവി നമുക്ക് ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് തരുന്നുണ്ട്. കാരണം അവരാണ് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിപ്പിച്ച് തരുന്നത് എന്നുള്ള ഒരു ബോധ്യം, ഒരു ഉൾക്കാഴ്ച തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് 13 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യ സമൂഹത്തെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഇന്നതാണെന്ന് 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 2, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 2 കാര്യം പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 2 പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 2 കാര്യങ്ങളാണ് ശിഷ്യന്മാരിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഉപ്പിനെ പോലെ രുചിയുള്ളവരും. ഉപ്പിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ, ഇപ്പോഴാണ് ഫ്രിഡ്ജൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ കേടുവരാതെ അത് കാത്തു സൂക്ഷിക്കും. എന്നാൽ ഈ ഫ്രിഡ്ജും ഈ കാണുന്ന സാഹചര്യങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം വരെ, ഒരു പരിധി വരെ ഭക്ഷണ വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു വസ്തു കൂടെയായിരുന്നു എന്ത്? ഉപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ഈ തിരുവചനങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊടുത്ത് രുചിയുള്ളവരായി തീരാനും ഈ സഭയുടെ വളർച്ച അത് കേടുകൂടാതെ സംരക്ഷിക്കേണ്ടതുമായ ചുമതല ആർക്കുണ്ട്? ക്രൈസ്തവ ശിഷ്യന്മാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആ ശിഷ്യ സമൂഹത്തെ നോക്കി യേശു പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പിന്നീട് യേശു പറയുകയാണ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം. നമുക്കറിയാം, ഉപ്പിന്റെ രസം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന്റെ കാരം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അതിനുശേഷം പറയുന്നു, അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അതായത് വെറുതെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞ് മനുഷ്യർ ചവിട്ടിക്കളയാൻ അല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല എന്ന് പറയുകയാണ്. പിന്നീട് യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ലോകത്തിന്റെ വെളിച്ചം ആകണമെങ്കിൽ നമ്മുടെ നോട്ടം തീർച്ചയായിട്ടും പ്രകാശമായ, ലോകത്തിന്റെ പ്രകാശമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിലേക്ക് ആയിരിക്കണം. ഇപ്പൊ ചന്ദ്രൻ പ്രകാശിക്കുന്നത് ചന്ദ്രനിൽ പ്രകാശം ഉണ്ടായിട്ടല്ല, മറിച്ച് സൂര്യനിലെ പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂര്യനിലെ അഭിമുഖമായി നിൽക്കുമ്പോഴാണ് ചന്ദ്രനിൽ പ്രകാശം ഉണ്ടാകുന്നത് എന്നതുപോലെ തന്നെയാണ് ദൈവത്തിന് അഭിമുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യനിലാണ് പ്രകാശം ഉണ്ടാവുകയുള്ളൂ. ആ പ്രകാശമുള്ള മനുഷ്യനാകണമെന്നും കർത്താവ് പറയുകയാണ്. പിന്നീട് പറയുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൽ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതായത് വിളക്ക് കത്തിച്ച് ഒരു പറയുടെ കീഴിൽ വെച്ചാൽ അതുകൊണ്ട് ആർക്കെങ്കിലും വെളിച്ചം കിട്ടുമോ? ഒരിക്കലും ഒരു വെളിച്ചവും കിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വിളക്ക് കത്തിച്ച് അത് തണ്ടിന്മേൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ വെച്ച് അത് ഉയർത്തി വെച്ച് കഴിയുമ്പോഴാണ് അവിടെ മുഴുവനും പ്രകാശിക്കുകയുള്ളൂ. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ പ്രകാശം, ദൈവം പറഞ്ഞ ആ ഒരു ജീവിത രീതിയിലൂടെ നിങ്ങൾ ജീവിച്ചു കഴിയുമ്പോൾ അത് കണ്ട് ലോകത്തിൽ ഉള്ള മനുഷ്യരെല്ലാം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം മദർ തെരേസയെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മദർ തെരേസ എന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രവൃത്തി നിമിത്തം അവര് കൽക്കട്ടയുടെ തെരുവോരങ്ങളിലൂടെ ഇറങ്ങിത്തിരിച്ച് കുഷ്ഠരോഗികളെല്ലാം ചേർത്ത് പിടിച്ച് അവരെ ശുശ്രൂഷിച്ച് ഉപേക്ഷിക്കപ്പെട്ട ബാല്യങ്ങളെയെല്ലാം തൻ്റെ കൂടെ സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി ജീവിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തിൽ ദൈവത്തിന്റെ നാമം അവരിലൂടെ മഹത്വപ്പെട്ടിരിക്കുകയാണ്. അതാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതായത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. അതായത് നമ്മളെ പറ്റി നല്ലത് ആളുകൾ പറയണമെന്നുള്ള ഒരു ചിന്തയിലല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ നാമം ഈ ലോകത്ത് മഹത്വപ്പെടാൻ വേണ്ടി
കർത്താവ് എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി തീരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ചീത്ത പ്രവൃത്തികളാണെങ്കിലോ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സഭയിലൂടെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷകൾക്ക് വിളിക്കപ്പെട്ടവർ ആ ശുശ്രൂഷകളെ മറന്ന് ലോകപരമായ ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ നാമം ഈ ലോകത്ത് സഭയിൽ മാത്രമല്ല സമൂഹം മുഴുവനും ദുഷിക്കപ്പെടുന്നുണ്ട്. ഒരച്ഛൻ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രമേൽ ദുഷിപ്പ് ദൈവനാമത്തിന് ഉണ്ടാകുന്നു എന്ന് നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം നല്ല പ്രവൃത്തികൾ ചെയ്ത് അത് വെളിച്ചമായി സമൂഹത്തിന് പകർന്നു കൊടുക്കാനായിട്ട് പരിശ്രമിക്കണം. പിന്നീട് യേശു തമ്പുരാൻ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവർ എന്ന് വിളിക്കപ്പെടും. അവയെ ആദരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതിശാസ്ത്രിമാരെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് യേശു ഈ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പല സാഹചര്യങ്ങളിലും പഴയ നിയമത്തിലെ ഓരോ വചനങ്ങൾ കോട്ട് ചെയ്ത് ഇതെല്ലാം യേശുവിൽ നിവൃത്തിയായി എന്ന് മത്തായി ശ്ലീഹ എഴുതി വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പഴയ നിയമ ജനത്തിന് മാത്രം സ്പെഷ്യലായിട്ട് കൊടുത്ത കുറെ കൽപ്പനകളുണ്ട്. അതായത് ലോകം മുഴുവനും ആളുകൾ പാലിക്കേണ്ട കൽപ്പനകളും ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് മാത്രം കൊടുത്ത കൽപ്പനകളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ആരാധനാ കാര്യങ്ങൾക്ക് വേണ്ടി, ദേവാലയ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കൽപ്പനകളുണ്ട്. അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ എല്ലാം ആ ജനത്തിന് വേണ്ടി മാത്രമായിരുന്നു. അത് നമ്മൾ പാലിക്കേണ്ട കാര്യമില്ല. അതായത് യഹൂദന്റെ യെരൂശലേം ദേവാലയത്തിൽ അവർ പാലിക്കേണ്ടിയിരുന്ന ആ മര്യാദകൾ അല്ല ഇന്ന് ഉള്ളത്. അത് പുതിയ നിയമസഭയ്ക്ക് കർത്താവിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ലോകം മുഴുവനുമുള്ള ആളുകൾ പാലിക്കേണ്ടതായ വചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതായത് 10 കൽപ്പനകൾ ദൈവം തരുമ്പോൾ ആ കൽപ്പനകൾ സാർവത്രിക ലോകത്തിന് വേണ്ടി തന്നതാണ്. അതുകൊണ്ട് ആ കൽപ്പനകൾക്കൊരു മാറ്റവും ഉണ്ടാവുകയില്ല. പഴയ നിയമത്തിൽ കുഷ്ഠരോഗി കുഷ്ഠം വന്നു കഴിഞ്ഞാൽ അവനെ പാളയത്തിന് പുറത്താക്കുമായിരുന്നു. പിന്നീട് അവന് ആയുഷ്കാലം മുഴുവൻ അവിടെ ജീവിക്കണമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. അതുപോലെ തന്നെ അശുദ്ധമാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, മനുഷ്യന് ഉണ്ടാകുന്ന സാഹചര്യത്തിലെല്ലാം മാറി താമസിക്കണമായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറ്റപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു നിയമം മാറ്റാനല്ല എന്നല്ല കർത്താവ് പറയുന്നത്. അതെല്ലാം പൂർത്തീകരിച്ച് പുതിയത് കർത്താവ് തരാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം തന്ന കൽപ്പനകളുണ്ട്, അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 10 കൽപ്പനകൾ. ആ കൽപ്പനകൾക്ക് ഒരു വള്ളിയും പുള്ളിയും മാറ്റമില്ലാതെ ഇന്നും പാലിക്കപ്പെടാൻ വേണ്ടി കർത്താവ് നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. കർത്താവ് തന്നെ 2 ആക്കുന്നുണ്ട്. പക്ഷെ ആ 2 ആക്കുമ്പോഴും നമ്മൾ നേരത്തെ വായിച്ചില്ലേ, വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിൽ 2 ആക്കുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. 2ാമത് പറയുന്നുണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെയും അല്ലെങ്കിൽ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള കൽപ്പന കൂടെ ആര് തരുന്നുണ്ട്? യേശു തരുന്നുണ്ട്. 10 കൽപ്പനകളെ കർത്താവ് 2 ആക്കിയതാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ 10 കൽപ്പനകളെല്ലാം 2 കൽപ്പനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് യേശു പറയുകയാണ്, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അതായത് ദൈവത്തിന്റെ വചനം ഇത് വായിച്ച് പഠിച്ച്
ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനെ പറ്റി പറയുകയാണ്. അവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഈ വചനങ്ങൾ വായിക്കുകയും പഠിപ്പിക്കുകയും ഇത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനെ പറ്റി പറയുകയാണ്. അവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ വലിയവനോ ചെറിയവനോ ഒക്കെ ആകാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഈ വചനം എടുത്ത് ആത്മാർത്ഥമായിട്ട് ഇത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് ജീവിക്കാനോ പരിശ്രമിക്കുന്നവർക്കെല്ലാം ഒരു പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യം ഇതിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പിന്നീട് കർത്താവ് ഈ 21 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകളിലെ 5, 6, 7 ഈ കൽപ്പനകൾ അതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളെ. ഒന്നാമത് കൊല ചെയ്യരുത് എന്ന് ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവികന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് കർത്താവ് അതിന്റെ അന്തരാർത്ഥത്തിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ടുപോവുകയാണ്. പഴയ നിയമത്തിൽ കൊല ചെയ്യരുത് എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞാൽ ആ കൽപ്പന ലംഘിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് കർത്താവ് വരുമ്പോൾ അതിനെ കർത്താവായ യേശു വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കണ്ടോ, കോപം വന്നു കഴിഞ്ഞാൽ അത് കൊലപാതകത്തിന് തുല്യമാണെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. പിന്നീട് പറയുകയാണ്, സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതായത് പഴയ നിയമത്തിൽ ഒരാളെ കൊന്നാൽ മാത്രമായിരുന്നു ശിക്ഷയുണ്ടായിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ കൊല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ മാനസികമായിട്ട് വേദനിപ്പിച്ചാലും എന്താണ്, അതുകൊണ്ടാണ് മൂഢ അല്ലെങ്കിൽ നിസാര എന്നൊക്കെ പറയുമ്പോൾ അവന് മനസ്സിന് വേദന ഉണ്ടാകും. അതെന്താണ് അവിടെ പറയുകയാണ്, അഗ്നി നരകത്തിന് യോഗ്യനായി തീരുമെന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയ നിയമമാണോ പുതിയ നിയമമാണോ ബുദ്ധിമുട്ട്? തീർച്ചയായിട്ടും പുതിയ നിയമമാണ് ആചരിക്കാൻ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് യേശു തമ്പുരാൻ പറയുകയാണ്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. എത്ര മേൽ ആഴമാണെന്ന് ആലോചിച്ച് നോക്കി. കൊലപാതകത്തിന്റെ ഒരു പഴയ നിയമ കൊലപാതകം അതിന്റെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു അതിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റത് ബാഹ്യമായ ഒരു ആചരണമായിരുന്നെങ്കിൽ ആന്തരികമായ ഒരു ആചരണത്തിലേക്ക് നമ്മളെ കർത്താവ് ക്ഷണിക്കുകയാണ്. നിന്നോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവരോട് പോയി നിരപ്പായിട്ട് വന്ന് ബലിയർപ്പിക്കാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പിന്നീട് പറയുന്നു, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം, അതുപോലെ വൈരാഗ്യം, വാശി, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുകയാണ് തടവിലാകുമെന്നാണ് പറയുന്നത്. ശരിക്കും ആരാ തടവിലാക്കുന്നത്? തടവിലാക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് വെറുപ്പ് ഒരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ്. ആ വെറുപ്പിലൂടെ പോയാൽ പ്രിയപ്പെട്ടവരെ അതിലൂടെ ഒരു തടവ്, ഒരു ബന്ധനം ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എബ്രായർ 12-ാം അധ്യായത്തിലും വെറുപ്പിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പൗലോസ് സ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പിന്നീട് 27-ാമത്തെ വാക്യം, അത് 10 കൽപ്പനകളിലെ 6-ാമത്തെ കൽപ്പനയാണ്. വ്യഭിചാരം ചെയ്തു നിന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. സ്ത്രീ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഒരു വശം കൂടെ വായിക്കണം. പുരുഷനെ മോഹത്തോടെ നോക്കുന്ന സ്ത്രീയും ഹൃദയം കൊണ്ട് അവനോടുകൂടെ വ്യഭിചാരം ചെയ്തു പോയി എന്ന് മനസ്സിലാക്കണം. അപ്പൊ കണ്ടോ, വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് മാത്രമാണ് വ്യഭിചാരം എന്ന് പറഞ്ഞിരുന്നുള്ളൂ. ആ കൽപ്പന ലംഘനം അപ്പോഴേ നടന്നിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ
ആസക്തിയോടുകൂടെ നോക്കിയാൽ എന്തായി? അത് വ്യഭിചാരമായി. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആസക്തിയോടുകൂടെ നോക്കിയെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെന്താവുകയാണ്? അത് വ്യഭിചാരമായിട്ട് പരിഗണിക്കപ്പെടുകയാണ്. കണ്ടോ? പുതിയ നിയമത്തിന്റെ ആഴങ്ങൾ മനസ്സിലായോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് പിന്നീട് പറയുകയാണ്, അതിന്റെ ആഴം പിന്നെ കുറെ കൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. പിന്നീട് കൈയുടെ കാര്യം പറയുന്നുണ്ട്. അതെല്ലാം പോക്കോട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പുതിയ നിയമത്തിന്റെ കൽപ്പനകളുടെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു പഠിപ്പിക്കൽ കൂടെയാണ് യേശു നമുക്ക് നൽകുന്നത്. പിന്നീട് യേശു പറയുകയാണ്, 31, 32 വാക്യങ്ങൾ വായിക്കാമോ? 31, 32. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കാനായിട്ട് ഒരൊറ്റ ഒരു സാഹചര്യം മാത്രമേ കർത്താവ് ആർക്ക് തരുന്നുള്ളൂ? യേശു നമുക്ക് അനുവാദം തരുന്നത് അവരേതെങ്കിലും തരത്തിൽ വ്യഭിചാരത്തിലോ പരസംഗത്തിലോ പോയാൽ മാത്രമേ അവരെ ഉപേക്ഷിക്കാനായിട്ടുള്ള അനുവാദം തരുന്നുള്ളൂ. മറ്റൊരു കാര്യത്തിലും ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കാനായിട്ട് കർത്താവ് നമുക്ക് അനുമതി നൽകുന്നില്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അടുത്തത് 33 വാക്യം. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്യുന്നത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നുണ പറയരുത് എന്നുള്ള കൽപ്പനയാണ്. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവികരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് സത്യം ചെയ്യുന്ന വ്യക്തികളായി തീരരുത്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിലൊക്കെ വെച്ച് സത്യമൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിനുശേഷം 38 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 38 മുതൽ 42 വരെയുള്ള കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്ക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ടവനോട് കൂടെ പോക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവരെ ഒഴിച്ചു കളയരുത്. മതി. അതായത് പഴയ നിയമത്തിലെ ഒരു കൽപ്പനയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഗോത്രങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവാറുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളാണെന്ന് അറിയാമല്ലോ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാകുമ്പോൾ ആ കലഹത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി യഹൂദ റബ്ബിമാര് അവർക്ക് കൊടുത്ത ഒരു കൽപ്പനയാണ്. അതായത് ഒരു ഗോത്രത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരാളെ ഉപദ്രവിച്ച് അവന്റെ കണ്ണ് പോയെങ്കിൽ ആ കണ്ണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനോ അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കാനോ ഒക്കെ ഒരു അനുമതി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒരാളുടെ പല്ല് അടിച്ച് അത് തകർത്ത് കളഞ്ഞെങ്കിൽ ആ തകർത്തവന്റെ പല്ല് അടിച്ചു തകർക്കാം. കാലൊടിച്ച് കളഞ്ഞെങ്കിൽ കാലൊടിച്ച് കളയാം. കൈയൊടിച്ചെങ്കിൽ കൈയൊടിക്കാം. അങ്ങനെ അതോടുകൂടി അവസാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ അവസാനം വലിയൊരു പ്രയാസങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിരുന്നത്. എന്നാൽ യേശു പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നെ അടിച്ചാലും നീ എന്ത് ചെയ്യണം? തിരിച്ച് മറ്റേ ചെകിട് കൂടെ കാണിച്ചു കൊടുക്കാനായിട്ടാണ് യേശു പഠിപ്പിക്കുന്നത്. പിന്നീട് പറയുന്നത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവനെ നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. വ്യവഹാരത്തിന് പോകാതെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. പിന്നീട് പറയുകയാണ്, നിന്നോട് യാചിക്കുന്നവനെ കൊടുക്ക.
വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് വായ്പ ചോദിക്കുന്നവന് വായ്പ കൊടുക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും യാചിച്ചു വന്നാൽ അവരുടെ മുമ്പിൽ നമ്മൾ കണ്ണുകൾ അടയ്ക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും കർത്താവ് നമുക്ക് തരികയാണ്. ഈ കൽപ്പനകളെല്ലാം നോക്കിയാൽ മതി. ഇതൊക്കെ പാലിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കണമെന്ന് പറയുന്നത്. ആത്മാവിലൂടെ അല്ലാതെ ഇതൊന്നും പാലിക്കാനായിട്ട് മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ട് ആത്മനിറവിൽ ആയ മനുഷ്യർക്കൊക്കെ ഇത് പാലിക്കാൻ പറ്റി. അവരെയാണ് വിശുദ്ധരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പാലിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. പിന്നീട് പറയുകയാണ്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇതിനെപ്പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് അത് വിടുകയാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ, അതായത് ഇങ്ങനെ ചെയ്യുന്നവരെയാണ് സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളായിട്ട് പരിഗണിക്കുന്നത്. പിന്നീട് അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുകയും. അതുകൊണ്ട് സൽഗുണപൂർണരായി തീരണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയൊക്കെ സ്നേഹിക്കുന്നവരെ പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാനായിട്ട്, ക്ഷമ കൊടുത്ത് സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വർഗീയ പിതാവിന്റെ മക്കൾ എന്ന് ഉള്ള പേരിന് അർഹരായി നാം ഓരോരുത്തരും മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആഴമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഒരു കടലിന്റെ ഒരു അരികിൽ മാത്രം നിൽക്കുന്ന വ്യക്തികളായിട്ട് തീരാൻ ഇടയായി തീരുകയാണ്. ഞാൻ പലപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ, ദൈവമേ, ഞാനൊക്കെ ഒരു പുരോഹിതനായിരിക്കാൻ പോലും ഒരിക്കലും യോഗ്യനല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം കർത്താവ് പറഞ്ഞ ഈ വചനങ്ങൾ ഇനി 6 വേടും കൂടെ വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ പാലിക്കാൻ ദൈവത്തിന്റെ കൃപ കൂടിയേ തീരൂ. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ് പുതിയ ഹൃദയമുള്ളവരായി കർത്താവായ യേശു പറഞ്ഞതെല്ലാം പാലിച്ച് ജീവിക്കാൻ നമുക്കും ഇടയായി തീരും ഉറപ്പായിട്ടും. കാരണം എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ ജീവിച്ചവർ ഈ സമൂഹത്തിലുണ്ട്. പരിമല തിരുമേനി അങ്ങനെ ജീവിച്ചിരുന്നു, അൽഫോൺസാമ്മ അങ്ങനെ ജീവിച്ചിരുന്നു. അതുപോലെ വിശുദ്ധരുടെ ഒക്കെ പേരുകൾ എടുത്തു നോക്കിയാൽ അവരെല്ലാം അങ്ങനെ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കും അതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കൃപ വേണം, ദൈവാത്മാവിൽ നിറയണം. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരായി എല്ലാ കാര്യത്തിലും ദൈവത്തോട് ചോദിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരായാലേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് 36-ാം സങ്കീർത്തനം. 36-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെ വായിക്കാമോ? 36, 1 മുതൽ 6 വരെ, 4 വരെ. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപോദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. തന്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ആകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. ദോഷത്തെ വെറുക്കുന്നതുമില്ല. മതി. ദുഷ്ട മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റിയാണ് ഈ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ദാവീദ് എഴുതി വെക്കുന്നത്. നമുക്കറിയാം, ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടോടുകൂടെയാണ് 36-ാം സങ്കീർത്തനം സ്ഥിതി ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ 4 വാക്യങ്ങൾ ദുഷ്ട മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി അദ്ദേഹം എഴുതി വെക്കുകയാണ്. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപ ഉദ്ദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ എന്തില്ല? ദൈവഭയം ഇല്ല. അപ്പോ ദുഷ്ടത ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്,
ഇതിനെല്ലാം പ്രതിഫലം തരുന്നത്, നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലവും തിന്മ ചെയ്താൽ അതിനനുസരിച്ച് ശിക്ഷാവിധിയും തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ചിന്താഗതിക്ക് പറയുന്ന പേരാണ് ദൈവഭയം. ഈ ഭയമില്ലാത്ത വ്യക്തികൾ എന്ത് തോന്നിയ ദിവസം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ അബ്രഹാം ഒരു ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദേശത്തിൽ ചെന്ന് സാറായോട് പറയുന്നുണ്ട്, ഈ ദേശത്ത് ദൈവഭയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം എന്ന് അബ്രഹാം ഭാര്യ സാറായിയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവഭയം ഇല്ലാത്തടത്ത് എല്ലാ തരത്തിലുള്ള അധാർമികതകളും എല്ലാ തിന്മകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവഭയം ഇല്ലായ്മയാണ് ദുഷ്ടത വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. തന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. അതായത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആരും കാണുന്നില്ല, ഇത് ദൈവം ഇല്ല എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഇതിനൊന്നൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് കുടിച്ച് നടക്കാം, അത് വ്യഭിചരിച്ച് നടക്കാം, അല്ലെങ്കിൽ മോഷ്ടിച്ച് നടക്കാം, മറ്റുള്ളവരെ ഉപദ്രവിച്ച് നടക്കാം, ഒരു പ്രശ്നമില്ല എന്ന് മധുരവാക്ക് തന്നോട് തന്നെ ഈ ദുഷ്ടന്മാര് പറയുകയാണ്. അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. ചിന്തിക്കുന്നത് മുഴുവനും അകൃത്യമാണ്. പിന്നീട് പറയുകയാണ്, ദോഷത്തെ അവൻ വെറുക്കുന്നില്ല, കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. അടുത്തത് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ നൈസർഗികമായ നന്മയെ പറ്റി ദാവീദ് പറയുകയാണ്. അത് വായിക്കാമോ? യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെ പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെയും ആകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിനുള്ളിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദൈവം. 9 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിന്റെ നന്മയെ പറ്റി ദാവീദ് പ്രകീർത്തിക്കുകയാണ്. ആദ്യം ദുഷ്ടന്റെ സ്വഭാവത്തെ പറ്റി പറയുന്നു, പിന്നീട് ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റി പറയുകയാണ്. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെ പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെയും ആകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വലിയതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. ആദ്യം ദുഷ്ടന്റെ അവസ്ഥകളെ പറ്റി പറഞ്ഞിട്ട് ദൈവത്തിന്റെ സൽസ്വഭാവങ്ങളെ പറ്റി പറയുകയാണ്. അതായത് ദുഷ്ടൻ ഈ തിന്മയുടെ വഴികളിൽ നിന്നെല്ലാം മാറി ദൈവത്തിലേക്ക് കടന്നു വന്നാൽ അവന്റെ ദുഷ്ടതയെല്ലാം മറന്ന് അവനെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സ്നേഹനിധിയായ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആരെ പറ്റി പ്രഘോഷിക്കുന്നോ ആ ദൈവം എന്ന് പറഞ്ഞു വെക്കാൻ കൂടെയാണ് ആദ്യം ദുഷ്ടനെ പറ്റിയും പിന്നീട് ദൈവത്തിന്റെ നന്മയെ പറ്റിയും പറയുന്നത്. പിന്നീട് 10, 11, 12 വാക്യങ്ങൾ പ്രകാരമാണ്: നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. ഡംബികളുടെ കാൽ എന്റെ നേരെ വരരുതേ, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞ് വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നുമില്ല. അതായത് ആദ്യ ഭാഗത്ത് പറഞ്ഞ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ദുഷ്ടന്റെ സ്വഭാവത്തെ പറ്റി പറയുന്നു, പിന്നീട് ദൈവത്തിന്റെ നൈസർഗികമായ നന്മ നിറഞ്ഞ സ്വഭാവ സവിശേഷതകളെ പറ്റി പറയുന്നു. ഏറ്റവും അവസാനം ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ അദ്ദേഹം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് 36-ാം സങ്കീർത്തനം. ദൈവത്തിന്റെ കൃപയാൽ ഈ വിശുദ്ധ മത്തായി 5-ാം അധ്യായവും 36-ാം സങ്കീർത്തനവും പഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാൻ സാധിച്ചു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനും മനുഷ്യ സ്നേഹിയുമായ ദൈവമായ കർത്താവേ, ഈ സന്ധ്യായാമത്തിൽ അങ്ങയുടെ തിരുവചനങ്ങൾ വായിക്കാനും പഠിക്കാനും അവിടുന്ന് നൽകിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ അത് വായിക്കുകയും
അത് പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ചെറിയവർ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് വായിക്കുകയും അത് പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ വലിയവർ എന്ന് വിളിക്കപ്പെടുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ദൈവമേ, വചനം വായിക്കുന്നവർ മാത്രമായി തീരാതെ, അത് പഠിക്കുകയും പഠിപ്പിക്കുന്നവരും മാത്രമായി തീരാതെ, ദൈവമേ, വചനമനുസരിച്ച് ജീവിച്ച് വചനം മറ്റുള്ളവരോട് പ്രഘോഷിച്ച് അവരെ കൂടെ ദൈവമേ ആ പാതകളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ആത്മനിറവുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവമേ അവിടുന്ന് അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റി ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് വിവിധ ഭാഗ്യാവസ്ഥകളെ ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് പരിചയപ്പെടുത്തി തന്നല്ലോ. ആ അവസ്ഥകളിലൂടെ കടന്നുപോയി ഭാഗ്യവാന്മാരായി തീരുവാൻ, അതിലൂടെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ദൈവമേ, 10 കൽപ്പനകളുടെ ആഴങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിച്ചു. ദൈവമേ, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുതെന്ന ആ വചനങ്ങളുടെ ആഴം എത്ര വലുതാണെന്ന് ദൈവമേ കാണാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ. അത് പാലിക്കാൻ ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ ദൈവമേ. അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ടും അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ വചനം പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ നിറച്ച് അങ്ങ് പറഞ്ഞു വെച്ച കൽപ്പനകളെല്ലാം പരിപൂർണമായിട്ടും പാലിക്കാൻ, ആ കൽപ്പനകളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ. അതുപോലെ തന്നെ ദൈവമേ, ഞങ്ങളെ ഉപദ്രവിച്ചവർ, ഞങ്ങളെ പ്രയാസപ്പെടുത്തിയവർ, ഞങ്ങൾക്കെതിരെ തിന്മയും കളവും പറഞ്ഞു വരുത്തിയവർ, ഇങ്ങനെയുള്ള എല്ലാവരോടും ക്ഷമിക്കാനും അവരെ സ്നേഹത്തോടെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ മാനസാന്തരം കാണാനും ദൈവമേ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ. അങ്ങനെ സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു തരുന്ന അവരെ കൂടുതൽ കരുതാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പോലെ തന്നെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെയും തിരിച്ച് സ്നേഹിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. 36-ാം സങ്കീർത്തനത്തിൽ ദൈവമേ ദുഷ്ടന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ പറ്റി അങ്ങ് കാണിച്ചു തന്നല്ലോ. അതിന് അടിസ്ഥാന കാരണം, ദുഷ്ടത പെരുകുന്നതിന്റെ കാരണം ദൈവഭയമില്ലാത്തത് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ദൈവമേ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവഭയമുള്ളവരായി കർത്താവെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ നന്മകൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ. നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർഗീവറി സഹതായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ.